ഹലോ നമസ്കാരം, എല്ലാവർക്കും ദേസ് കുക്കിംഗ് വേൾഡ് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു റിക്വസ്റ്റഡ് ഐറ്റമാണ് കേട്ടോ ഞാൻ ചെയ്യാൻ പോകുന്നത്. എപ്പോഴും എല്ലാവരും ചോദിക്കാറുണ്ട്, ബീഫും പോത്തും ഒന്നും ദേവ്സ് കുക്കിംഗ് വേൾഡിൻ്റെ വീഡിയോയിൽ കാണുന്നില്ലല്ലോ എന്ന്. ഞാൻ ബീഫ് കഴിക്കാറില്ല, അതുകൊണ്ട് തന്നെയാണ് ഒന്ന് മടിച്ചത്. പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഇഷ്ടമുള്ളത് തയ്യാറാക്കുന്നതിൻ്റെ സന്തോഷമൊന്നും വേറെയല്ലേ. ഇന്ന് കുരുമുളകും മല്ലിയും ഒക്കെ ചേർത്ത് വരട്ടിയെടുത്ത് ഒരു പോത്തിൻ്റെ രുചി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിനു മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ശരി, വരൂ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച ആ മീറ്റിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആദ്യം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂണോളം ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുന്നുണ്ട്. ഇനി ഞാൻ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്, അതും യോജിപ്പിച്ച് കൊടുത്തു. അതുപോലെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്താൽ ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ അതുകൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെ നമുക്ക് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണം. നല്ല വേഗമുള്ള ഒരു മീറ്റാണിത്. അപ്പോൾ ഞാനൊരു 1/2 കപ്പോളം വെള്ളം കൂടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വേകട്ടെ. ഒരു 8-9 വിസിൽ കുറഞ്ഞത് വേണ്ടി വരും. നമുക്കിതിൻ്റെ മസാല നോക്കാം. 3 ടേബിൾ സ്പൂൺ മല്ലിയും 2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകവും 3 ടേബിൾ സ്പൂൺ കുരുമുളകും 1 കഷ്ണം പട്ടയും 2 ഗ്രാമ്പു, ഇത്രയും മസ്റ്റായിട്ട് ഇടണേ. എന്നിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ, ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് ഇതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. ഒരുപാട് ഡാർക്ക് ആവണ്ട. ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്ന മസാല. ഇത് മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യുക. ഇനി നമുക്കിതിനെ തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഫൈനായിട്ട് പൊടിക്കുക. അപ്പോൾ ഇത്രയായി. ഇനി നമ്മുടെ മീറ്റ് നന്നായിട്ടൊന്ന് വേകട്ടെ. ആ സമയത്ത് നമുക്ക് മറ്റു കാര്യങ്ങൾ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ട് കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ തനി നാടൻ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമുക്ക് കോക്കനട്ട് ഓയിൽ തന്നെ വേണം. ഒരു 2-3 ടേബിൾ സ്പൂണോളം വേണം കേട്ടോ. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത് ഒരു ചെറിയ കപ്പിൽ ഞാൻ എടുത്തിട്ടുണ്ട്. 1 കുടം വെളുത്തുള്ളി വേണം. അതുപോലെ വലിയൊരു കഷ്ണം ഇഞ്ചി, അത്രയും ഞാൻ ചേർത്തിട്ടുണ്ട്. അതുപോലെ പച്ചമുളകും കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഞാൻ ചേർത്തത് 2 വറ്റൽമുളകാണ്. അതെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ 1 കപ്പിൽ ഞാൻ തേങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ തേങ്ങ ചേർക്കൽ മസ്റ്റാണ് കേട്ടോ, അത് സ്കിപ്പ് ചെയ്യാതെ ചെയ്യണേ. അതാണ് അതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്ന ഒരു ഘടകം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഇനി നമുക്ക് ചേർക്കേണ്ട മറ്റൊരു സാധനം ചെറിയ ഉള്ളിയാണ്. അത് ഞാനൊരു 250 ഗ്രാമോളം നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും സവാള ഇതിനെ ആഡ് ചെയ്യാൻ നിങ്ങൾ നിൽക്കണ്ട. ചെറിയ ഉള്ളി തന്നെയാണ് ഇതിന് ടേസ്റ്റ് കൂട്ടുന്ന ഒരു ഫാക്ടർ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടട്ടെ. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം ഇതുപോലെ. ഇനി നമുക്ക് കുറച്ച് പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലകളെല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരേക്കും വഴറ്റാം. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ടൊമാറ്റോ ആണ്. ഞാൻ 1 ഇടത്തരം ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്തിട്ട് നമുക്കിനി ചെറിയ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ആ ടൊമാറ്റോയുടെ വെള്ളമൊക്കെ അങ്ങ് ഇറങ്ങി വരട്ടെ. നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി വേണം നമ്മുടെ മീറ്റ് ഇതിൽ ചേർത്ത് കൊടുക്കാനായിട്ട്. മീറ്റ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ആദ്യം അതിൻ്റെ വെള്ളം ഒഴിച്ച് ഈ മസാലയിലൊന്ന് യോജിപ്പിച്ച് ഒന്ന് വറ്റിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മീറ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഡ്രൈ ആക്കി വേണം നമ്മളിത് കൂടുതലും, അതാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. വരട്ടിയെടുക്കുന്നത് തന്നെയാണ് നല്ലത്. ഇനി നമുക്ക് ആ മീറ്റ് ചേർത്ത് കൊടുക്കാം. ഒരു 90% ഞാൻ കുക്കറിൽ വേവിച്ചിട്ടുണ്ട്. ബാക്കി 10% ഇങ്ങനെ വെന്തോട്ടെ. ഇനി ഇതിനെ വരട്ടിയെടുത്തിട്ട് നമുക്കൊന്ന് അടച്ച് ഒരു 10 മിനിറ്റ് വേവിക്കാം. അപ്പം നല്ല അടിപൊളി രുചിയിൽ ഇവിടെ പോത്ത് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ആ കറിവേപ്പിലയുടെ മണം കൂടെ ഒന്ന് വേണമല്ലോ, അതുകൂടെ ഞാൻ ചേർത്ത് ഇളക്കുന്നുണ്ട്. ഇതൊക്കെ മസ്റ്റായിട്ട് നിങ്ങളെല്ലാവരും ചെയ്യുന്ന കാര്യമാണ്, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു പ്ലേറ്റോട്ട് ഇത് സെർവ് ചെയ്യാം. അപ്പോൾ ഈ ബീഫും പോത്തും ഒക്കെ പെറോട്ടയുമായി കഴിക്കുന്നതാണല്ലോ നമ്മൾ മലയാളികൾക്ക് ഇഷ്ടം, അല്ലേ? ഒരു സിഗ്നേച്ചർ ഫുഡ് തന്നെ എന്ന് വേണമെങ്കിൽ നമുക്കിത് വിശേഷിപ്പിക്കാം.
അപ്പോൾ ഇതുപോലെ പോത്ത് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വരട്ടി എടുത്തിട്ട് ഇങ്ങനെ പെറോട്ടയുടെ കൂടെ ഒന്ന് കഴിച്ച് നോക്കും. തട്ടുകട സ്റ്റൈലിൽ കുറച്ച് സവാളയൊക്കെ ഇങ്ങനെ ഇട്ട് ഒരു നാരങ്ങയൊക്കെ ഒഴിച്ച് കഴിക്കുന്നതാണല്ലോ അതിൻ്റെ സ്വാദല്ലേ. അത് ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര ടേസ്റ്റാണ്. ഇവിടെ പിള്ളേർക്ക് നന്നായിട്ട് ഇഷ്ടമായി. അവർ പറഞ്ഞു അടിപൊളി ടേസ്റ്റാണെന്ന്. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസൊക്കെ കമൻറ്റ് ബോക്സിലിടാൻ മറക്കരുത്. പിന്നെ കുറേ പേരൊക്കെ എനിക്ക് അവർ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് വാട്സപ്പിലൊക്കെ ഫോട്ടോ അയച്ചു തരാറുണ്ട്. എനിക്ക് വളരെ സന്തോഷമാണ് കേട്ടോ അങ്ങനെയൊക്കെ കാണുമ്പോൾ. അപ്പോൾ നിങ്ങൾ എന്തായാലും ദേവ്സ് കുക്കിംഗ് വേൾഡ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നു എന്നാണ് ഞാൻ അതിലൂടെയൊക്കെ മനസ്സിലാക്കുന്നത്. വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണാം. ടിൽ ദെൻ ഗുഡ് ബൈ.